അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്നലെ 56 കാണിച്ചു, 60 കാണിച്ചു. ഇന്നലെ പറഞ്ഞ ഇന്നാണ് വീഡിയോ അപ്ലോഡ് ആയിരിക്കുന്നത്. ഇനി ഇത് നാളല്ലേ വരുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാ, 60 ജമ്പ് കുറെ ആയിക്കണല്ലേ ചോദിക്കണ. മുന്നത്തിൽ സ്റ്റോക്ക് ഉണ്ടോ 60? ഞാൻ ഇപ്പൊ വന്നത് ഒരൊറ്റ പ്രിന്റ് മാത്രമേ ഉള്ളൂ. നോക്കട്ടെ കേട്ടോ. ഇപ്പത്തില് ഒരൊറ്റ പ്രിന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അതൊരു 10-15 പീസുള്ളൂ. പക്ഷെ ജംബോക്ക് നമുക്ക് ഒരുപാട് ഓർഡർ വരുന്നതാണല്ലോ. കാരണം ഞാൻ ജംബോ സൈസ് ആയതുകൊണ്ട് ഒരു പ്രതീക്ഷയാണ് എവിടെ ഉണ്ടാകുക. കാരണം എനിക്ക് എന്തായാലും വേണമെന്നുള്ള ഒരു ബാംഗ്ലൂർ പോയി എന്നീന് ഇപ്പോഴാണ് ഇപ്പൊ ചുണ്ടൊക്കെ പൊട്ടി മുറിയുണ്ട്, ഭയങ്കര വേദനയൊക്കെ. അപ്പോൾ നമുക്ക് കാണിക്കാം. പിന്നെ അതിൽ വലിയൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജംബോലെന്താ ഷാൾ മാക്സി കൊണ്ടുവരാത്ത വെച്ചിട്ട്. അപ്പോൾ ജംബോല് ഷാൾ മാക്സി നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് കാണിക്കാൻ പോണത് ജംബോ ഷാൾ മാക്സി അല്ല. കണ്ടില്ലേ, ഞാൻ ഇവിടെ ഉള്ള ഷാള് ഇതിനിങ്ങനെ ഇതൊക്കെ വന്നേക്ക്. ഇത് രണ്ടും വെവ്വേറെ കളർ വഹിക്കുക. ഇങ്ങനെ കാണുമ്പോൾ ഇത് ഒരേ പോലെയല്ലേ, ഇതൊക്കെ മാച്ചല്ലേ ഈ പ്രിന്റ്. അപ്പോൾ നമുക്ക് കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ എല്ലാത്തിനും മാച്ചാക്കി ഷാള് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 270 കേട്ടോ ജംബോ. ഇവിടുന്ന് ടാപ്പ് എടുത്തോണ്ടിരിക്കണില്ലേ, 270 ഇതാണ് കേട്ടോ പ്രിന്റ് വരുന്നത്. ഫുൾ ഫ്ലവർ ആണ്. ഇഷ്ടപ്പെടുവോന്ന് അറിയില്ല, കിട്ടിയപ്പോ എടുത്ത് പോന്നതാണ്. കാരണം ഇപ്പൊ ജംബോ 27, 28 ഇങ്ങോട്ട് എത്തിയിട്ടില്ല. 28, 27 ആണ് ചെസ്റ്റ് വീതി വരുന്നത്. 60 ആണ് ലെങ്ത് വരുന്നത്. ഞാൻ വീതിയുള്ള മാക്സി കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ എന്തായാലും പറയും ഇത് ജംബോ സൈസ് ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇത് ഇൻ്റെ സൈസാണ്. ഇതൊക്കെ കാണില്ലേ, ഇത് എനിക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാകും. നമ്മൾ 60 കാണിക്കുമ്പോൾ ഇങ്ങനെ വെച്ചാൽ ചിലപ്പോൾ 60 ഇങ്ങനെ ഉണ്ടാകും. 60 പറ്റുന്നില്ലല്ലോ ഇവിടെ. അപ്പൊ 60 വെച്ചാൽ ഇങ്ങനെ ഉണ്ടാകും. പക്ഷെ ഈ 60 ആൾക്കാർ ജംബോ സൈസ് ഞാൻ അങ്ങനെ വെച്ച് കാണുമ്പോൾ ജംബോ സൈസ് ആണ് വിചാരിച്ചിട്ട് 60 ചിലപ്പോൾ ഓർഡർ ചെയ്യും. ചിലര് പറയാതെ ഓർഡർ ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പറയാം. ചിലര് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയും ചെസ്റ്റ് അളവും ഹിപ്പിന്റെ സൈസൊക്കെ പറയും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ജംബോ സൈസ് പറഞ്ഞാൽ കണ്ടില്ലേ, ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം ഇന്ന കവിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊക്കെ സൈസ് വരിക. നല്ല തടിയുള്ള ആൾക്കാരൊക്കെ സൈസ് 27 ചെസ്റ്റ് സൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു കളറ് ഇതാണ് കേട്ടോ. ഒരു പ്രിന്റ് 270 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ മാച്ചാക്കി എല്ലാത്തിക്കും ഇപ്പോൾ മറ്റേക്ക് മാച്ചാക്കി അങ്ങനെ. പക്ഷെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ക്യാമറയിൽ കാണുന്ന സമയത്ത് ഇത് മാച്ചായിട്ട് തോന്നണു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷാള് കാണിക്കാത്തത്. അപ്പോൾ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലെയിൻ ഷാൾ ആകുമ്പോൾ ഇത് ഇങ്ങനെ പറ്റുമല്ലോ. കാരണം ഇത് മൊത്തത്തിൽ ഇത് ഫുള്ള് പ്രിന്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പ്ലെയിൻ ഷാൾ ഉണ്ടെങ്കിൽ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇനി കാണിക്കാതെ വേറെ ഒരു കാര്യം ഉണ്ട് വെച്ചാൽ, ഇത് ഒരു കളറും 3-4 പീസും വരുമ്പോൾ ചിലപ്പോൾ അത്രയും ഷാളും നമ്മളടുത്ത് ആ കളറില്ലെങ്കിൽ പിന്നെ നമ്മൾ കുടുങ്ങും. പക്ഷെ ഞാൻ അങ്ങനെ വെച്ചിരുന്നു കേട്ടോ, ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മക്കളെ ജംബോ സൈസ് മാക്സി പറയുന്നത്. 56 60 ലെങ്ത്തിൽ 27 ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ്. അപ്പൊ ഇത് രണ്ടാമത്തെ കളറ്. ഷാള് അത് ഓൽക്കാറ്. ഇത് ഷാള് കൂടെ വരുന്നതല്ലല്ലോ. അപ്പൊ ഷാളിന് എക്സ്ട്രാ ചാർജ് വെക്കാനെന്നുള്ളത് കണ്ടല്ലേ. അപ്പൊ ഇത് അടുത്തൊരു ഇതൊക്കെ ഒരേ തന്നെയാണ്. പക്ഷെ അങ്ങനെ പ്രിന്റ് ചെറിയൊരു മാറ്റം കണ്ടല്ലേ. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയപ്പോൾ എടുത്തതാണ് കേട്ടോ. നമ്മളെപ്പോഴും ഒരേ പ്രിന്റിലും ചെറിയ പ്രിന്റിലും ഒക്കെ കൊടുന്നല്ലോ. അപ്പം ഇനി ഒന്നിച്ചുള്ള പ്രിന്റും ആയിക്കോട്ടെ. ഇത് സംഗതി ഇങ്ങനെ ഇട്ട് കണ്ടാൽ നല്ലത്. ഇതൊക്കെ പ്ലെയിൻ ഷാളും കൂടി വരുമ്പോഴാണ് ഇത് നല്ല രസമായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു ഷാൾ ഇട്ട് കണ്ട് കാണിച്ചു തരാം. ഈ ഷാള് പ്ലെയിൻ ഷാളും ജംബോ സൈസ് മാക്സി ആകുമ്പോഴാണല്ലോ നല്ല കോമ്പിനേഷൻ വരിക. അല്ല ജംബോ സൈസ് അല്ല, പ്രിന്റഡ് മാക്സി നല്ല പോണ പ്രിന്റ് അല്ല കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ ഇതൊക്കെ മാച്ചാക്കി ഷാളും ഇങ്ങനെ ഇടുമ്പോഴേ എൻ്റെ ഷാൾ തന്നെ മതിയില്ല, വേറെ ഷാളിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ വരുമ്പോഴേ കണ്ടില്ലേ ഇങ്ങനെ പ്രിന്റ്. ഇത് ഫുൾ പ്രിന്റും പ്ലെയിൻ ഷാളും വരുമ്പോൾ നല്ല രസമായിരിക്കാം.
പക്ഷെ ഇതിങ്ങനെ കാണുമ്പോൾ ഒരുവിധം മാച്ചാണ്. പക്ഷെ അങ്ങനെ കാണുമ്പോൾ മാച്ച് ഇല്ല. ഇനി പിന്നെ ചിലർക്ക് ഇതൊക്കെ നീലിടാൻ പറ്റും. നിങ്ങളുടെ അടുത്തുള്ള കളർ ഏത് കളറും ഒരുവിധം കളറൊക്കെ നിങ്ങളുടെ അടുത്ത് ഷാളുണ്ടാകും. ഇതൊക്കെ ഏത് ഷാളും പറ്റും. നീല പറ്റും, റോസ് പറ്റും, ഗോൾഡൻ പറ്റും, പീച്ചും പറ്റും. അങ്ങനെ എല്ലാ ഇനി വൈറ്റ് ഇട്ടാലും ഇതൊക്കെ രസിക്കണം. അപ്പോൾ ഇനി അടുത്ത ഞാൻ എന്താ അറിയില്ല കൊയിങ്ങിപ്പോൾ തന്നെ. അടുത്തത് ഇതാണ് വരുന്നത്. അപ്പം ഞാൻ ഈ 5 കളറും ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇതുമിൽ ചുവപ്പുണ്ട്, കറുപ്പുണ്ട്, ഏത് കളറും ഇതൊക്കെ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ്. അപ്പം ഞാൻ 5 കളർ ഒന്നും കൂടി കാണിച്ചു തരാം. 1 2 ഇതാണ് ഒരു കളർ വരുന്നത്. ഇവിടെ കേട്ടോ, ഇത് രണ്ടാമത്തെ കളർ വരുന്നത്. ഏത് അതവിടെ വയ്ക്കുക, ഇതായിട്ടില്ല. ഇത് മൂന്നാമത്തെ കളറ്. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു കളറ്, ഇതൊരു കളറ്, ഇതൊരു കളറ്, പിന്നെ ഇത് 4ാമത്തെ കളറ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവില്ല, ഇത് ഒക്കെ ഒരേ പുള്ളിയാണ് തോന്നും. ഇത് 5ാമത്തെ കളറ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് 1, ഇതൊരു കളർ കേട്ടോ, ഇത് 2 കളറ്, ഇത് 3 4 5. ഇതാക്കണം, 5 കളറാണ്. ഇത് ഈ കളറ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇനിയിപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട് വരുമ്പോൾ എനിക്ക് കാര്യം പണി, ഞാൻ തിരഞ്ഞെടുക്കണത് ഇപ്പോൾ ഏതാന്നുള്ളത്. കാരണം ഒക്കെ ഏകദേശം ചെറിയ ഇങ്ങനെ മാറ്റുള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം. ജംബോ സൈസാണ്, കൂടുതൽ ഇല്ല, ഒരൊറ്റ പ്രിൻ്റ് തന്നെ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക, അഡ്രസ്സ് അയക്കുക. പിന്നെ നമ്മൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാർ എന്താണ് അഡ്രസ്സ് അയക്കാതെ ഇതുമാണ് കേട്ടോ പറയും. അപ്പോൾ ചിലരുടെ പേരിൻ്റെ ഫോണിൽ സേവാണ്, ചിലത് സേവ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് പരിചയമുണ്ട്, പക്ഷെ അഡ്രസ്സിൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ അഡ്രസ്സ് അയച്ചു തരും പറയുമ്പോൾ ഒരു അഡ്രസ്സ് ഇല്ല ചോദിക്കും. എൻ്റെ ഫോണ് ഫോർമാറ്റ് ആയി എന്ന് ഞാൻ നാളെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ സംഗതികളും പോയിക്കണം. അപ്പോൾ നിങ്ങൾ ആരുടെ അഡ്രസ്സ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഓർഡർ എടുക്കാൻ നിന്നപ്പോൾ കുറേ മുന്നേ ഓർഡർ ചെയ്തായിരുന്നു നമ്മൾ ജംബോ കഫ്താനൊക്കെ ഇറക്കിയ സമയം. അപ്പോൾ അവരൊക്കെ എൻ്റെ അഡ്രസ്സ് നിങ്ങളുടെ അടുത്ത് ഇല്ലേ ചോദിക്കുമ്പോൾ ഞാൻ ഇതാണ്, അതുകൊണ്ടാണ് അഡ്രസ്സ് അയക്കാത്തത്. അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് എല്ലാ സംഗതികളും പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ എൻ്റെ അടുത്ത് അഡ്രസ്സ് ഉണ്ടെന്ന് വിചാരിക്കരുത്, നിങ്ങൾ അഡ്രസ്സും കൂടി അയച്ചു തന്നോളൂ. കൺഫേം ആണെങ്കിൽ കേട്ടോ, എല്ലാവരുടെ അഡ്രസ്സ് വേണമെന്നല്ല, കൺഫേം ആണെങ്കിൽ അഡ്രസ്സ് അയച്ചു തരിക. പിന്നെ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്തേ മറ്റേത് പറഞ്ഞാൽ നമ്മൾ ഷോപ്പ് അങ്ങനെ തുറക്കാറുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിടും, അഡ്രസ്സ് ഉണ്ടാവില്ല. ഞാനിത് ചിലപ്പോൾ പെട്ടെന്ന് നോക്കിക്കാണ്ട് പോകും, പിന്നെ തിരിച്ചു വരുമ്പോഴത്തേന് ആ മെസ്സേജ് താഴെ പോയിട്ടുണ്ടാകും. അപ്പോൾ ആളാരാന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തുറന്ന് നോക്കുമ്പോൾ തന്നെ എനിക്ക് കാണുകയാണെങ്കിൽ അഡ്രസ്സ് എഴുതാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അഡ്രസ്സ് ചോദിക്കുന്നത് കേട്ടോ. കാരണം മറവിയാണ്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോ തിരക്കിൽ കസ്റ്റമർ വരുന്നില്ല. മറ്റേ നമ്മൾ അത് തുറന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വേഗം അഡ്രസ്സാണ് എഴുതി വെക്കും. പിന്നെ ആ അഡ്രസ്സ് നമുക്ക് എടുത്ത് കണ്ട് കൺഫേം ആണെന്നൊക്കെ ചോദിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ആൾക്കാരെ മെസ്സേജ് കാണാതെ പോണത്, പിന്നെ റിപ്ലൈ കിട്ടണില്ല പറഞ്ഞു. ഞാൻ പിന്നെ മാക്സിമം റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും അടുത്തൊരു വീഡിയോയിൽ വരാം. ഒരു ദിവസം 2 വീഡിയോ വെച്ചിട്ട് അപ്ലോഡ് ആക്കണം എന്നാണ് വിചാരിക്കണത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക.